നമസ്കാരം. എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എത്ര പോഷക ഗുണമുള്ളത് ആണെങ്കിലും അത് പക്ഷേ നമ്മൾ പാകം ചെയ്യുന്ന പാത്രം ശരിയല്ലെങ്കിൽ ആ ഭക്ഷണം വിഷമായി മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് ഇന്ന് തന്നെ മാറ്റിയിരിക്കേണ്ട ചില പാത്രങ്ങളെക്കുറിച്ച് 2025 പുറത്തു വന്ന ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. നിശബ്ദ കൊലയാളികളായി നിങ്ങളുടെ അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന ആ പാത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? അവയ്ക്ക് പകരം നമുക്ക് ഏതൊക്കെ പാത്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് അലൂമിനിയം പാത്രങ്ങൾ. എന്നാൽ ഹീലിയം, ഇൻഡാലിയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അലൂമിനിയം അലോയികൾ ഇവ മനുഷ്യർക്ക് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA 2025 ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഒരു മുന്നറിയിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇതെന്റെ ഭാഗത്തു നിന്നുള്ള വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്ന് എടുത്തു പറയാൻ കാരണം, നമ്മുടെ പല ഇൻഫർമേറ്റീവ് വീഡിയോകളുടെയും താഴെ വല്ലാത്ത മാനസികാവസ്ഥയുള്ള ചില വ്യക്തികൾ വന്നിട്ട് ഇയാൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ള മട്ടിൽ വലിയ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആകാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാനസിക സന്തോഷം ലഭിക്കുമായിരിക്കും, അത് ഞാൻ തടയുന്നില്ല. എങ്കിലും ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളുടെ ഈ കൊച്ചു നാട്ടിൽ, ഈ കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഒത്തിരി വിവരമുള്ളവർ ദയവായി സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക, ഒരു വിരോധമില്ല. വെറുതെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് കുത്തിയിരുന്ന് വെറുപ്പെഴുതി സമയം കളയണമെന്നില്ല. ഈ ചാനലിലൂടെ തെറ്റായ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഇവിടെ വിളിച്ചു പറയാറില്ല. അങ്ങനെ വല്ല തെറ്റും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ വേണ്ട നടപടികൾ എടുക്കാം, തിരുത്തലുകൾ വരുത്താം. അതിന് ഞങ്ങൾക്ക് ആർജവുമുണ്ട്. നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ആണല്ലോ ഇന്നത്തെ നമ്മളുടെ വിഷയം. പലപ്പോഴും സ്ക്രാപ്പ് മെറ്റലുകളിൽ നിന്നും ബാറ്ററികളിൽ നിന്നുമൊക്കെ പുനരുപയോഗം ചെയ്തെടുക്കുന്ന ലോഹങ്ങളാണ് നിലവാരം കുറഞ്ഞ ഇത്തരം ചില പാത്രങ്ങളുടെ നിർമ്മാണത്തിനായി ചില കമ്പനികൾ ഉപയോഗിക്കുന്നത്. ആധികാരികമായ പഠനങ്ങൾ പ്രകാരം ചില അലൂമിനിയം പാത്രങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ കുഞ്ഞു ശരീരത്തിന് താങ്ങാവുന്നതിലും 1400 മടങ്ങിലധികം ലെഡ് ഭക്ഷണത്തിലേക്ക് കലരുന്നുണ്ട്. ഇത് കുട്ടികളിൽ എന്താണ് സംഭവിപ്പിക്കുന്നതെന്നോ, അവരുടെ ബുദ്ധിശക്തി കുറയാനും IQ റിഡക്ഷൻ ഉണ്ടാകാൻ, മുതിർന്നവരിൽ വൃക്ക രോഗങ്ങൾക്കും തീർച്ചയായിട്ടും കാരണമാകാറുണ്ട്. പുളിയുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് തക്കാളി, നാരങ്ങ തുടങ്ങിയ ഇത്തരം പാത്രങ്ങളിൽ അവ പാകം ചെയ്യുമ്പോൾ ഈ വിഷാംശം കലരുന്നത് കൂടുകയാണ്. അടുത്തത് നോൺ സ്റ്റിക് പാത്രങ്ങളെ സംബന്ധിച്ചാണ്. ഇതൊരു വിവാദ വിഷയമാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹ മണ്ഡലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെഫ്ലോൺ കോട്ടിങ്ങിൽ PFAS എന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ഇവയെ ഫോർഎവർ കെമിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവ നമ്മുടെ ശരീരത്തിലെത്തിയാൽ പുറത്തു പോവുകയില്ല, അതകത്ത് കിടക്കും. ഒരു നോൺ സ്റ്റിക് പാനിൽ ചെറിയൊരു പോറൽ ഉണ്ടായാൽ പോലും അതിൽ നിന്ന് 9000-ലധികം മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ ഭക്ഷണത്തിൽ കലരാമെന്നാണ് 2024-25 വർഷങ്ങളിലെ പഠനങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. കൂടാതെ ഈ പാത്രങ്ങൾ കരിഞ്ഞു പോകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു വാതകം, അത് ശ്വസിക്കുന്നത് ടെഫ്ലോൺ ഫ്ലൂ എന്ന അവസ്ഥയ്ക്കും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും കാരണമായേക്കാമെന്നും ഈ പഠനത്തിൽ പറയുന്നു. അതിനാൽ പോറലുകൾ വീണ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കുന്നത് ബുദ്ധിയായിരിക്കും എന്നൊരു ചെറിയ നിർദ്ദേശമുണ്ട്. അപ്പോൾ നമുക്ക് പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം എന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ തീരെ സഹിക്കാൻ പറ്റാതെ വരും എന്നറിയാം. എങ്കിലും ഉള്ളത് പറയാതെ പറ്റില്ലല്ലോ. മൺപാത്രങ്ങളെ കുറിച്ച് പറയാം. ഇതാണല്ലോ പണ്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ 95% വരെ നിലനിർത്തുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പഠനത്തിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് കൽച്ചട്ടിയാണ്. ഇതിൽ പാകം ചെയ്യുമ്പോൾ അയൺ, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിന് ആ പാത്രങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നീടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നല്ല ഗ്രേഡുള്ള സ്റ്റീൽ പാത്രങ്ങൾ എപ്പോഴും സുരക്ഷിതമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി കാസ്റ്റ് അയൺ, ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ വിളർച്ച തടയാൻ സഹായിക്കുമെന്നും പറയുന്നു. വെങ്കലം, ഓട്, നിങ്ങൾക്കറിയാമല്ലോ, ഓട്ടുപാത്രങ്ങളിൽ പാകം ചെയ്യുന്നത് നല്ലതാണെങ്കിലും പുളിയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ EM പൂശിയ പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കണം എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് തരുന്നത്. ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. പാത്രങ്ങൾ വാങ്ങുമ്പോൾ ISI മുദ്രയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലൊരു ശീലമാണ്. ഇന്ത്യയിൽ 2026 മുതൽ ഗുണനിലവാരമില്ലാത്ത അലൂമിനിയം പാത്രങ്ങൾക്ക് കർശന നിരോധനം വരികയാണ്. ഈ വീഡിയോയുടെ ആധികാരികത സംബന്ധിച്ച് സംശയമുള്ളവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ആധികാരിക വിവരങ്ങൾക്കായി റിസർച്ച് ചെയ്ത ഏജൻസികളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്.
അപ്പോൾ പഴയ പാത്രങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായ പുതിയ ശീലങ്ങൾ നമുക്ക് തുടങ്ങാം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ദയവായി പങ്കുവെച്ച് കൊടുക്കണം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം.